തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി.ജെ.പിയുടെ പദയാത്ര തിരുവനന്തപുരം നഗരത്തിൽ ആരംഭിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കുമ്മനം രാജശേഖരനാണ് അല്പസമയം മുമ്പ് സംസാരിച്ചത്. ഇപ്പോൾ പദയാത്ര നയിക്കുന്ന രാജീവ് ചന്ദ്രശേഖരനെ വിവിധ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ആദരിക്കുന്ന ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പൂജപ്പുര നിന്നും കാലടി വരെയാണ് പദയാത്ര ആരംഭിക്കാൻ പോകുന്നത്. ഇതോടനുബന്ധിച്ച് CPM-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും ജില്ലയിലെ അറിയപ്പെടുന്ന നേതാക്കൾ ബി.ജെ.പിയുടെ അംഗത്വം സ്വീകരിച്ച് എത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. CPM നേതാവ് അനിൽകുമാർ, കോൺഗ്രസ് നേതാവ് സുദർശൻ, CPM-ന്റെ വനിതാ വിഭാഗമായ മഹിളാ അസോസിയേഷന്റെ നേതാവ് ധന്യ എന്നിവരാണ് ഇന്ന് ബി.ജെ.പിയിൽ അംഗത്വമെടുത്തത്. ഈ ചടങ്ങിനോടനുബന്ധിച്ച് വികസിത അനന്തപുരി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് പൂജപ്പുര മുതൽ കാലടി വരെയുള്ള കോർപ്പറേഷൻ വാർഡുകളിലൂടെ പദയാത്ര നടത്തുന്നത്. വികസനം സാധ്യമാകണമെങ്കിൽ ബി.ജെ.പിയെ അധികാരത്തിലേക്ക് കൊണ്ടുവരൂ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് പദയാത്ര ആരംഭിക്കുന്നത്. നഗരം നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചും അതിൻ്റെ പ്രായോഗികമായ പരിഹാര നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ പദയാത്ര കടന്നു പോകുന്നത്. ഈ പദയാത്രയെ സ്വീകരിക്കാൻ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പദയാത്ര കടന്നു പോകുന്ന വീഥികളിലൊക്കെ ജനങ്ങൾ, ബി.ജെ.പി പ്രവർത്തകർ അത്യാവേശത്തോടുകൂടി തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ പൂജപ്പുരയിൽ നിന്നാണ് പദയാത്ര ആരംഭിക്കാൻ പോകുന്നത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ സംസാരിക്കാൻ പോകുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. പദയാത്രയിൽ പങ്കെടുക്കേണ്ട എല്ലാ പ്രവർത്തകരും ബാനറിന് പിന്നിൽ അണിനിരക്കേണ്ടതാണ്. എല്ലാ വനിതകളും ഫ്രണ്ടിലോട്ട് വരണം. എല്ലാ പ്രവർത്തകരും ബാനറിന് പിന്നിൽ അണിനിരക്കണം. ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കന്മാർ, ജില്ലാ നേതാക്കന്മാരെല്ലാം ബാനറിന്റെ തൊട്ടു മുമ്പിൽ വരേണ്ടതാണ്. പറയുന്നു. ഈ പദയാത്രയിൽ പങ്കെടുക്കാൻ ഇവിടെ വന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ നീണ്ടൊന്നും സംസാരിക്കുന്നില്ല. രണ്ട് കാര്യം ഞാൻ ഇന്ന് പറയുന്നു. മാറാത്ത രീതി മാറും. നമുക്ക് വേണ്ട അനന്തപുരി, വികസന അനന്തപുരി നമ്മൾ സൃഷ്ടിക്കും. ബി.ജെ.പി അധികാരത്തിൽ വരും എന്ന് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അതിനൊപ്പം ഞാൻ പറയാൻ വേറൊരു കാര്യം ആഗ്രഹിക്കുന്നു. 101 ബി.ജെ.പി എംപിന്റെ സ്ഥാനാർത്ഥിന്റെ ഒപ്പം ഞാനും സംസ്ഥാന ലീഡർഷിപ്പും ക്യാമ്പയിൻ ചെയ്യും, നടക്കും, പദയാത്ര ചെയ്യും. ഞാൻ ഇന്ന് ഉറപ്പ് തരും. ഇതൊരു നിർണായകമായ ഒരു ഇലക്ഷനാണ്. നമുക്ക് വീണയുണ്ട് പദയാത്രയുടെ വിവരങ്ങളുമായി. വീണ, പദയാത്ര അല്പസമയത്തിനകം ആരംഭിക്കും. അവിടെ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ പദയാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. വിവരങ്ങൾ. ബി.ജെ.പിയുടെ പദയാത്ര ആരംഭിക്കുകയാണ്. ബി.ജെ.പിയുടെ സന്ദേശ പദയാത്രയ്ക്ക് ഇപ്പോൾ തുടക്കമാവുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ പൂജപ്പുരയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു പദയാത്ര ഇപ്പോൾ ആരംഭിക്കുന്നത്. മാറാത്തിരി മാറും തിരുവനന്തപുരത്തെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാനായിട്ടാണ് ഇപ്പോൾ യാത്ര ആരംഭിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. കാണുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ തരത്തിലുള്ള പങ്കാളിത്തമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ തരത്തിലുള്ള പങ്കാളിത്തമാണ് നമുക്ക് ഈ ഒരു യാത്രയിൽ കാണാൻ സാധിക്കുന്നത് എന്നുള്ളത്. നിരവധി പേർ ഈ ഒരു യാത്രയുടെ, ബി.ജെ.പിയുടെ ഒരു യാത്രയുടെ ഭാഗമാകുന്നു. ഓരോ നിമിഷം കഴിയുന്തോറും യാത്രയ്ക്ക് പിന്തുണയുമായി നിരവധി പേർ എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
നഗരം ഒന്നാകെ BJPയുടെ യാത്രയെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അത് ഇടതുപക്ഷത്തിന്റെ നഗരസഭാ പ്രവർത്തനങ്ങൾ, നഗരസഭാ ഭരണത്തിനെതിരെയുള്ള ശക്തമായ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെയുള്ള ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് നമുക്ക് ഈ ഒരു യാത്രയിലുടനീളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നഗരമധ്യത്തിലടക്കം നിരവധി പ്രഖ്യാപനങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും അത് ഇടതുപക്ഷ സർക്കാരിൻ്റെതാണെന്ന് വീമ്പ് പറച്ചിൽ നടത്തുന്നതല്ലാതെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഇത്തരം പ്രവർത്തനങ്ങൾ അത് BJPയുടേതാണെന്നുള്ള കാരണമാണെന്നുള്ള വ്യക്തമായ തെളിവുള്ളപ്പോൾ പോലും അത് മറച്ചു പിടിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഈ ഒരു പ്രവർത്തനത്തിനെതിരെയുള്ള ശക്തമായ ഒരു പ്രതിഷേധം കൂടിയാണ് നമുക്ക് ഈ ഒരു യാത്രയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. നിരവധി പേരാണ് ഇപ്പോൾ ഈ യാത്രയെ അനുഗമിക്കുന്നത്. ഒപ്പം തന്നെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഒരു യാത്രയെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. BJP സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള യാത്രയാണ്, പദയാത്രയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. മാറാത്തതിന് മാറും എന്ന പ്രഖ്യാപനത്തോടുള്ള യാത്രയെ വലിയ പ്രതീക്ഷയോടെയാണ് നാടൊന്നാകെ കാണുന്നത്. ഒപ്പം തന്നെ ഈ ഒരു യാത്രയ്ക്ക് നിരവധി പേരാണ്, നിരവധി BJP പ്രവർത്തകരും അണികളുമാണ് ഇപ്പോൾ ഒപ്പം അണിചേരുന്നത്. തലസ്ഥാന നഗരത്തെ ഇതുവരെ കാണാത്ത വലിയ തരത്തിലുള്ള ഒരു സന്ദേശയാത്രയ്ക്ക്, പദയാത്രയ്ക്ക് ഇതാ BJP തുടക്കം കുറിക്കുകയാണ്. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനങ്ങളടക്കം നടത്തിയ സർക്കാരിന്റെ, അതുപോലെ തന്നെ കോർപ്പറേഷനിലെ ജനവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് നമുക്ക് ഈ യാത്രയിൽ കാണുന്നത്. ഇപ്പോൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. കാലടിയിലായിരിക്കും ഈ ഒരു യാത്ര അവസാനിക്കുക എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പ്രധാനപ്പെട്ട BJP നേതാക്കളെല്ലാം ഈ യാത്രയിൽ അണിനിരക്കുന്നു എന്നുള്ളതാണ്. വലിയ തരത്തിലുള്ള തിരക്ക് നമുക്ക് ഈ സാഹചര്യത്തിൽ കാണാൻ കഴിയുമെന്നുള്ളതാണ്. എന്തായാലും നമുക്ക് പ്രതികരണം കൂടി തേടേണ്ടതുണ്ട്. നമുക്ക് രാജീവ് ചന്ദ്രശേഖരനോട് തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം കൂടി തേടാം. നീലിമ, വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഒരു യാത്രയെ കാണുന്നത്. നാടൊന്നാകെ അണിനിരക്കുകയാണ്. ഈ നിമിഷം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ യാത്രയെ ജനങ്ങളൊക്കെ കാണുന്നത്, പദയാത്രയെ. ഇത് തോന്നി ആരംഭിക്കുമ്പോൾ അല്ല, ഇത് മാറ്റത്തിന്റെ യാത്രയാണ്. ഞങ്ങൾ പറയുന്നത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം വേണം. മാറി മാറി ഭരിച്ച CPM-ഉം കോൺഗ്രസും അവർക്ക് മതിയായി. ഇനി ഒരു പുതിയ വികസന കാഴ്ചപ്പാടുകൊണ്ട് ഒരു വികസന രാഷ്ട്രീയം, അതാണ് BJP പറയുന്നത്, NDA പറയുന്നത്. അതിന്റെ ഒരു യാത്രയാണത്. ഇത് തുടക്കമാണ്. ഒരു വികസിത അനന്തപുരി സൃഷ്ടിക്കാൻ ഞങ്ങൾ ചെയ്യുന്ന ഒരു ആദ്യ തുടക്കത്തെ ഒരു ഇവന്റാണ്, ഈ ഒരു യാത്രയാണ്. ആരോഗ്യ മേഖലയിൽ, അതുപോലെ തിരുവനന്തപുരത്ത് ഓട നിർമ്മാണം, അതുപോലെ തന്നെ ശംഖുമുഖത്തേക്ക് പ്രശ്നങ്ങളടക്കമുണ്ടല്ലോ. നഗരസഭ നടപടിയെടുക്കാത്ത പലതരത്തിലുള്ള ജനകീയ പ്രശ്നങ്ങളടക്കം. നോക്കൂ, എത്രയോ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഒന്നും നടക്കുന്നില്ല, എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ജനങ്ങൾ പറയുന്നത് മതിയായിന്ന്. അവർക്ക് വേണ്ടത് വികസനമാണ്. വികസനം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട് മനസ്സിലാക്കി ഒരു സംവേദനം ഉള്ള ഒരു ഭരണം, അഴിമതിയില്ലാത്തൊരു ഭരണം, അതാണ് ജനങ്ങൾക്ക് വേണ്ടത്. ഇതുവരെ മാറി മാറി ഭരിച്ച CPM-ഉം കോൺഗ്രസ് അത് ജനങ്ങൾക്ക് കൊടുത്തിട്ടില്ല. ജനങ്ങളുടെ ഒരു അവകാശമാണിത്. അതിനുവേണ്ടി BJP മുമ്പോട്ട് പോകുന്നു. ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഈ വികസിത അനന്തപുരി, അഴിമതി രഹിത ഭരണം, പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ഭരണം. അതാണ് ഞങ്ങൾ മുമ്പോട്ട് വെച്ച് പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉണ്ട്. അതായത് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ കഴക്കൂട്ടത്തടക്കം കൗൺസിലർ ഇല്ലാത്തൊരു വിഷയം. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട നഗരമായ കഴക്കൂട്ടത്ത് കൗൺസിലർ ഇല്ലാത്തടക്കം പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് IT ജീവനക്കാരി പീഡനത്തിനിരയായ സംഭവം കൂടി. കോർപ്പറേഷനിൽ എത്രയോ പ്രശ്നങ്ങളുണ്ട്. അപ്പോ അത് ഒന്നോ രണ്ടോ ഒന്നല്ല, 10 കൊല്ലമായിട്ട് ഭരിച്ച CPM ഒന്നും ചെയ്തിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ ഒരു കാര്യം മാത്രം നടന്നിട്ടുണ്ട്, അഴിമതി. അതിനെ നിർത്താനാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അതിന് മാറ്റാനാണ് ഞങ്ങൾ ഈ വികസിത അനന്തപുരി എന്ന കാഴ്ചപ്പാട് മുമ്പോട്ട് വെക്കുന്നത്. തീർച്ചയായും അഴിമതി മുക്ത തിരുവനന്തപുരം, അനന്തപുരിയെ മാറാത്തതിന് മാറുമെന്ന ആശയത്തുകൂടിയുള്ള ഒരു പ്രഖ്യാപനത്തിന് തന്നെയാണ് ഈ ഒരു പദയാത്രയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കിട്ടുമ്പോൾ ഏറെ പ്രതീക്ഷയോടുകൂടി അവർക്കൊപ്പം ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് കൂടിയാണ് സംസ്ഥാന അധ്യക്ഷൻ നൽകുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് അത് പ്രകടമാണ്. നീലിമ, തിരുവനന്തപുരത്തിന്റെ വികസനം ചർച്ച ചെയ്യുകയാണ് ഈ പദയാത്രയിലൂടെ വളരെ കൃത്യമായി BJP ആവശ്യപ്പെടുന്നത്. പൂജപ്പുര മുതൽ കാലടി വരെ ഈ പദയാത്ര കടന്നു പോകുമ്പോൾ വളരെ കൃത്യമായി BJPയുടെ അജണ്ട ഇക്കാര്യത്തിൽ എന്താണ്, വികസനത്തിന് വേണ്ടിയാണ് BJP നിലകൊള്ളുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയല്ലേ. വികസന പദ്ധതികൾ നടപ്പിലാക്കുവാൻ മറ്റ് സംസ്ഥാന തലസ്ഥാന
തീർച്ചയായും അത് തന്നെയാണ്. തിരുവനന്തപുരത്ത് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ മണിക്കൂറുകൾ നീണ്ട 4 മണിക്കൂറുകൾ നീണ്ട മഴ പെയ്താൽ മാത്രം മതി വെള്ളത്തിലേക്ക് മൂടുന്ന അനന്തപുരി. ആ അനന്തപുരിയിൽ ഇത്തരത്തിൽ പലതവണ മഴ പെയ്യുമ്പോൾ ഈ മഴവെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന നഗരവാസികളുടെ ജീവിതം, ഒപ്പം തന്നെ വികസനം എത്താത്ത പല മേഖലകളുണ്ട്. ഇപ്പോഴും സുരക്ഷിതമായൊരു കിടപ്പാടമില്ലാത്ത, സ്ഥിര വരുമാനമില്ലാത്ത ഒരുപാട് മനുഷ്യർ ജീവിക്കുന്ന ഇടം കൂടിയാണ് തലസ്ഥാന നഗരി. ഭരണസ്ഥിരാകേന്ദ്രമടക്കം നിലനിൽക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ്. അടിത്തട്ടിലേക്കുള്ള വികസനം എത്തുന്നില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അന്നയോജന അടക്കമുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളാണ് സാധാരണക്കാരുടെ ജീവിതത്തിന്, സാധാരണക്കാർക്ക് താങ്ങാകുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുമ്പോൾ അത് സംസ്ഥാന സർക്കാരിൻ്റെതാണെന്ന് വരുത്തി തീർക്കുവാനുള്ള പലതരത്തിലുള്ള ശ്രമങ്ങളും തന്ത്രങ്ങളും ഒക്കെയാണ് പലപ്പോഴും സംസ്ഥാന സർക്കാരും ഒക്കെ നടത്തിയിട്ടുള്ള. കോർപ്പറേഷനടക്കം മണ്ണും വീടും പദ്ധതിയുമായി ബന്ധപ്പെട്ടൊക്കെ പല ലൈഫ് മിഷൻ പദ്ധതികളടക്കം നിലനിൽക്കുമ്പോൾ പോലും അത് കൃത്യമായി നടപ്പാക്കാത്ത സാഹചര്യമുണ്ട്. കൃത്യമായൊരു കെട്ടുറപ്പില്ലാത്ത, അടച്ചുറപ്പില്ലാത്ത വീടുകളിലുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. ഇപ്പോഴും തെരുവോരങ്ങളിൽ അന്തി ഉറങ്ങുന്ന മനുഷ്യരുണ്ട്. അത് തിരുവനന്തപുരം നഗരത്തിൽ പ്രധാന ഭാഗങ്ങളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. നീലിമ, അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥകൾ നിൽക്കുമ്പോൾ, അത്തരത്തിലുള്ള വാസ്തവം നിലനിൽക്കുമ്പോൾ പൊള്ളയായ വാഗ്ദാനങ്ങൾ ഇപ്പോഴും നൽകുന്നു. അത്തരത്തിലുള്ള വാഗ്ദാനങ്ങളുടെ പ്രഖ്യാപനങ്ങളൊക്കെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതിനെയൊക്കെ അതിനെതിരെയൊക്കെയുള്ള ആ പൊതുജനങ്ങൾക്കൊപ്പമുണ്ട്. അവരുടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ BJP ഒപ്പം ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനം തന്നെയാണ് ഈ ഒരു പദയാത്രയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇപ്പോൾ നേമം മണ്ഡലത്തിലേക്ക് നടത്തുന്ന ഒരു പദയാത്ര വലിയ പ്രതീക്ഷയോടെ കൂടിയാണ് പൊതുജനങ്ങൾ കാണുന്നത്, നഗരവാസികൾ കാണുന്നത്. നഗരമധ്യത്തിലുടനീളം ഒരുപാട് പേർ ഇപ്പോൾ ഈ യാത്രയെ നിമിഷങ്ങൾ തോറും കൂടെ ഒപ്പം ചേരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വഴിവക്കിലൊക്കെ നിരവധി പേർ ഒപ്പം ചേരുന്നുമുണ്ട്. വലിയ പ്രതീക്ഷയോട് കൂടി കാണുന്നു. മാറ്റമുണ്ടാകണം, നഗരസഭയിൽ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. 5 വർഷത്തെ ഭരണത്തിലടക്കം നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പലയിടത്തും കൗൺസിലർമാരുടെ ഭാഗത്തു നിന്ന് അഴിമതി അടക്കമുള്ള പല വിവരങ്ങൾ പുറത്തു വരുമ്പോഴും, പല പദ്ധതികൾ ഫണ്ട് മാറ്റി തിരിമറി നടത്തി പ്രഖ്യാപനങ്ങൾ നടത്തുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പോലും മേയറടക്കമുള്ളവർ അതിൽ കണ്ണടയ്ക്കുന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ ശക്തമായ പ്രതിഷേധങ്ങൾ പലതവണ തന്നെ കോർപ്പറേഷൻ യോഗങ്ങളിലൊക്കെ BJP പ്രതിപക്ഷമായ കോർപ്പറേഷൻ യോഗങ്ങളിലൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. ഈ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പും ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് വരുന്നത്. ജനങ്ങളുടെ ഇപ്പോൾ ഇത്തരത്തിലുള്ള വിഷയമായി BJP എത്തുമ്പോൾ, അവരുടെ അടുത്തേക്ക് എത്തുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. ഇതിനു മുമ്പ് തന്നെ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടപ്പോൾ ഒക്കെ സെക്രട്ടേറിയറ്റ് വളയുന്ന നിലപാടടക്കം സ്വീകരിച്ചിരുന്നു. അതൊക്കെ സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്ത സംഭവങ്ങളാണ്. ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ജില്ലാ നേതാക്കളും ഒപ്പം തന്നെ മണ്ഡലം നേതാക്കളും നിരവധി അണികളും അണിനിരന്നുകൊണ്ടുള്ള വലിയൊരു യാത്ര, BJPയുടെ വലിയൊരു പദയാത്രയ്ക്കാണ് തലസ്ഥാന നഗരി സാക്ഷ്യം വഹിക്കുന്നത്. നീലിമ, തിരുവനന്തപുരത്തിന്റെ വികസനം ചർച്ച ചെയ്യാൻ വികസിത അനന്തപുരി സന്ദേശ പദയാത്രയുമായി രാജീവ് ചന്ദ്രശേഖർ അത് നയിക്കുകയാണ്. അതാണിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന പദയാത്ര അനന്തപുരി നേരിടുന്ന വികസന വീഴ്ചകളെയാണ് അഭിസംബോധന ചെയ്യുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒട്ടേറെ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം എടുക്കുന്നുണ്ട്. വികസന വീഴ്ചകളെയാണ് BJP അഭിസംബോധന ചെയ്യുക. ഒപ്പം തന്നെ അഴിമതി മുഖമുദ്രയാക്കിയ ഇടതു ഭരണത്തിൽ നിന്ന് മാറ്റം കൊതിക്കുന്ന തലസ്ഥാനവാസികൾക്ക് മുന്നിലേക്ക് വികസിത തിരുവനന്തപുരം എന്ന ലക്ഷ്യമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. സ്വാഭാവികമായും വികസന പന്ഥാവിലേക്ക് തിരുവനന്തപുരം നഗരത്തെ നയിക്കുക, സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് BJP കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് പദയാത്ര പുരോഗമിക്കുന്നത്.